അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ പോകുവാണോ? ഞാൻ പറഞ്ഞു, ഞാൻ പോവുക. എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്ന, മാതാവിൻ്റെ അടുത്തല്ലേ പോകുന്ന, എന്തിനാ കൂട്ട്? ഞാൻ കൂട്ട് നോക്കി നിന്നിട്ടാ എനിക്ക് ഇതുവരെയ്ക്കും പോകാൻ പറ്റാഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി അവളുമായിട്ട് വന്ന് പുതുക്കിയതിന് ശേഷം ഇത്തവണ ഞാൻ തീരുമാനിച്ചു, എനിക്കെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം. കാരണം എനിക്കിതെങ്ങനെയെങ്കിലും കിട്ടണം. ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ഇനി എനിക്കിങ്ങനെ വീട്ടിലിരിക്കാൻ വയ്യ. ഇങ്ങനെ ഞാൻ ഇനി എല്ലാ കാര്യങ്ങളും ഇഷ്ടത്തോടെ ചെയ്യാൻ തുടങ്ങി. ഒരു ഞായറാഴ്ച പോലും ഞാൻ മുടക്കിയില്ല. പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തനത്തിനുമായി ഞാൻ ഇറങ്ങും. എൻ്റെ കയ്യിൽ അങ്ങനെ പൈസയൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ കയ്യിലുള്ള രീതിക്ക് ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. എന്നോട് ആരെങ്കിലും കൈ നീട്ടിയാൽ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ എടുത്തു കൊടുക്കും. കെയർ ഹോമിൽ പോയി കെയർ ഹോം ഞാൻ തിരഞ്ഞെടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ്, മാതാവേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു കെയർ ഹോം എനിക്ക് നീ തരണേ, അല്ലാതെ എനിക്ക് ചുമ്മാ പോയി കണ്ടിട്ട് വരാനല്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്കൊരു കെയർ ഹോം കിട്ടി. അവിടെ ഞായറാഴ്ച ആൾക്കാരെ ആവശ്യം ഉണ്ടായിരുന്നു ഹെൽപ്പിന്.